അമ്മുമ്മ. അമ്മ വന്നു. അമ്മ. അമ്മുമ്മ വന്നു. അമ്മ, അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ, ക്ഷമിക്കണേ, ശിക്ഷിക്കരുതേ. തെറ്റിയത് ശിക്ഷിക്കോ? പിന്നെ ചൂരലെടുക്കും, ചിലപ്പോ വാളും എടുക്കും. എന്റെ അമ്മേ, ഞാൻ ജസ്റ്റ് ഒന്ന് കേറിട്ട് പോവാൻ വന്നതാ. ഡാഡി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോട്ടെ. மர்லன், நீ போய் சொல்ற அப்படிதானே? ഞാൻ പോണേ. சுத்தூடி அவ போன மாதிரியே திருப்பி வருவா. മെർലിൻ, എടോ ഞാനിപ്പോ തന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ, തന്റെ ഡാഡി എവിടെ പോയതാ? അല്ല, എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ പോകുന്ന കണ്ടു. ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങ്. ആണോ? എന്നിട്ട് എന്താ പോയേ? ചേച്ചി. ഇല്ല, ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ വീട്ടിലോട്ട്. ചേച്ചി എന്താ വാറു? അനുഗ്രഹിക്കാൻ തുടങ്ങി. എന്തെന്നാ? അനുഗ്രഹിക്കാൻ തുടങ്ങിയെന്ന്. അനുഗ്രഹിക്കാൻ തുടങ്ങിയിടാ? എന്താ അനുഗ്രഹിക്കാൻ തുടങ്ങിയെന്ന്? അനുഗ്രഹിച്ച് പറയാൻ തുടങ്ങിയെന്ന്. എന്റെ പാറു, നീ എന്തൊക്കെയാ പറഞ്ഞൊന്നും മനസ്സിലാവണല്ല. ഇന്ന് വരെ വ്രതവാ. അതിപ്പോ എന്നാ അല്ലാത്ത? അതല്ലേ ചേച്ചി, ഇന്ന് മധുരയില് മുത്തുമാരിയമ്മൻ കോവില് ഉത്സവാ. ഇന്ന് അവസാന ദിവസമാ. അതിന് അനുകാന്റി ഭയങ്കര ഭക്തിയല്ലേ. അതുകൊണ്ടിപ്പോ എന്താ? അമ്മ ഇങ്ങി വന്ന്. എന്റെ കൊച്ചെ, കഥ കഴിഞ്ഞിട്ട് അമ്മ മരിച്ചിട്ട് കൊറേ വർഷമായി. അതല്ലേ ചേച്ചി, മുത്തുമാരിയമ്മൻ. എന്റെ പാറു, അവിടെ അമ്പലത്തിലെ ഉത്സവല്ലേ, പിന്നെ അമ്മ എങ്ങനെ ഇങ്ങോട്ട് വരും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലച്ചു, നീ എത്തിയാ? ഇവിടെ നടന്നല്ലോ, നീ അറിഞ്ഞ? ഇവളെന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചി അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നു. ചിരിച്ചോണ്ടിരിക്കുന്ന? അത് പഴയ വല്ല തമാശയൊക്കെ ആലോചിച്ചിരിക്കുന്നതായിരിക്കും. ചേച്ചി ചേച്ചി ഇപ്പൊ മെർലിൻ ചേച്ചിയാണോ വിളിച്ചേ? അതെ. മെർലിൻ ചേച്ചി ഇവിടുന്ന് പേടിച്ചുകൂടിയാ പോയത്. പേടിച്ചോടി? എന്തിന്? മെർലിൻ ചേച്ചിയുടെ മുഖത്ത് നോക്കി സത്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് സത്യം? എടേ, മെർലിന് ഞായറാഴ്ച പള്ളി പോവാൻ മടിയല്ലേ, അപ്പൊ മെർലിന് മടിയാണെന്നും കറക്റ്റ് ആയിട്ട് പള്ളി പോണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏത് പിള്ളേർക്കാണോ മടിയല്ലാത്തത്? അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഞായറാഴ്ച വീട്ടിൽ കഴിഞ്ഞ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോവോ? ഇല്ലല്ലോ, കിടന്ന് ഉറങ്ങുമല്ലേ ചെയ്യുള്ളൂ. അപ്പൊ മിക്ക പിള്ളേരും അങ്ങനെയാണ്. അതിനിപ്പോ എന്ത് കുഴപ്പം? ഞാൻ ഹോംവർക്ക് ചെയ്യാത്ത കാര്യം, നോട്ട് എഴുതാത്ത കാര്യം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഓക്കെ, ആന്റി എങ്ങനെ അറിഞ്ഞു? എടി, അത് എവിടെ ആന്റിക്കുന്നല്ല, ഈ വാഴക്കാലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം നീ പഠിക്കാത്ത കാര്യം. അതിന് ശരീരത്തിൽ പ്രത്യേകിച്ച് ദേവി കൂടണമെന്നൊന്നുമില്ല. എന്റെ ലച്ചു, അത് മാത്രമല്ല, നമ്മൾ ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്തില്ലേ, ആ കാര്യം ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ പ്രദേശത്താണ് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോണെന്നും ചേച്ചി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ റെസ്റ്റോറന്റ് പരിപാടി അത് ഡ്രോപ്പ് ചെയ്ത കാര്യം അമ്മായി ആന്റി അടുത്ത് പറഞ്ഞായിരുന്നു? അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ബിസിനസിന്റെ കാര്യോ? അതും ചെറുതായിട്ട്. പിന്നെന്ത് പ്രശ്നം? എന്നാലും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയണേ? എന്ത് കറക്റ്റ് ആയിട്ട് പറയണേ? ഇവിടെ അടുത്ത് തുടങ്ങാൻ പോകുന്ന കാര്യോ? അതിപ്പോ നമ്മൾ ഈ പ്രദേശം വിട്ട് എവിടെയും പോകുന്നൊന്നുമില്ല. അതപ്പോ ആർക്കാണെങ്കിൽ കോമൺ സെൻസിൽ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് മാത്രമല്ലടി, ശിവാനി 2 ദിവസത്തെ അവധിക്ക് ഇങ്ങോട്ട് വന്നില്ലയോ? അത് അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് വന്നേന്ന്. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്റെ അമ്മൂമ്മ, അവള് എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞ പ്രശ്നം അതാ ഹോസ്റ്റലിലെ പിള്ളേരായിട്ടുള്ളത്, അതല്ലേ? അത് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കനകത്തിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ടേ എന്തോ സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെയല്ല, ആ കുട്ടി ഒരു നിഷ്കളങ്കിയായ കുട്ടിയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവാനുഗ്രഹം പെട്ടെന്ന് കിട്ടും. 16 വയസ്സായിരിക്കും, എന്നിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഇത് നിഷ്കളങ്കിയായവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ സീരിയസ് ആയിട്ടാണോ പറഞ്ഞ കനകാന്റിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്? അതേ ലച്ചു, ഇതോ അവിടെ പൂവൊക്കെ വെച്ച് അവിടെ ചിരിച്ചോണ്ടിരിക്കണ്. ഞാനേ ഇപ്പോഴൊരു കാര്യം ആലോചിച്ച്, കല്ലൂനെ ചുമയുടെ മരുന്ന് കൊടുക്കാൻ മറന്നുപോയി. ഞാൻ കുഴിപ്പുറത്ത് പോയിട്ട് നാളെ രാവിലെ എത്തിക്കോളാം.
നീ എവിടെ പോണില്ല നീ എവിടെയും പോണില്ല. എവിടെയും പോണില്ലെന്നാ? ഇല്ല പിന്നെ ഇവിടെ ആര് നിൽക്കും? ഇവിടെ നിങ്ങളൊക്കെ ഇല്ല, എനിക്ക് കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? ഇത്ര നേരം കൊച്ചിന്റെ കാര്യം നോക്കണ്ടായിരുന്നോ? ഇത്ര നേരം കൊച്ചിന്റെ കാര്യം ആ നോക്കണ്ടായിരുന്നോ? നോക്കണം. നോക്കണോ? ഇതിപ്പോ നോക്കണ്ട. വാ. വാ. എല്ലാരും കൂടെ പെടുത്തുവാണല്ലേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.